നമസ്കാരം. സാക് കൺസ്ട്രക്ഷൻ നിയർലി കംപ്ലീറ്റ് ചെയ്ത ഒരു പ്രൊജക്റ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതിന്റെ മാനേജിംഗ് ഡയറക്ടർ നമ്മളോടൊപ്പം ഉണ്ട്, മിസ്റ്റർ ബിബിൻ. നമസ്കാരം. ഇതെവിടെയാ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണിത്? ഇത് പത്തനംതിട്ട ജില്ലയിലെ കീക്കിടൂർ എന്ന സ്ഥലത്താണ് ലൊക്കേഷൻ വരുന്നത്. കീഴൂര്. അതെ. ഓക്കെ. എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ്? ഇത് 3 BHK ആണ്. 1357 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് വരുന്നത്. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ തന്നെ എല്ലാവർക്കും അറിയേണ്ടത് 1357 ബഡ്ജറ്റിനെ പറ്റിയാണ്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളതൊന്ന് കാണാം. എത്ര രൂപയായി മൊത്തം നമ്മളിത്? ഇത് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നമുക്ക് 28 lakhs rupees ആണ് നമുക്ക് ആയിട്ടുള്ളത്. ഇന്റീരിയർ ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി. ഇന്റീരിയറും നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്? അതെ അതെ അടക്കമാണ്. അതെ. ഓക്കെ. നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ച മെറ്റീരിയലും അതിന്റെ സ്പെസിഫിക്കേഷനും ഇതിന്റെ ഡീറ്റെയിൽ അകത്തുള്ള കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ അതുമായിട്ട് നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ നമ്മൾ എങ്ങനെയാ, ഫൗണ്ടേഷൻ ഒക്കെ എങ്ങനെയാ, കോളം ഫുട്ടിംഗ് ആയിരുന്നോ അതോ കരിങ്കല്ലായിരുന്നോ? ഇതിന്റെ ഫൗണ്ടേഷൻ വരുന്നത് റബിൾ ഫൗണ്ടേഷൻ ആണ് വരുന്നത്. കാരണം ഇത് ഹാർഡ് സ്ട്രാറ്റമാണ്, സോയിൽ ഫുൾ കണ്ടീഷൻ ആണ് നമുക്കുള്ളത്. വെള്ളം കയറുന്ന സ്ഥലമോ അല്ല ചതുപ്പൊന്നുമല്ല? അല്ലല്ല, നല്ല സ്ട്രോങ് ഏരിയ ആണ്. അതെ. ഓക്കെ. മേളിലേക്ക് ബ്രിക്ക് ചെയ്തിരിക്കുന്നത് സിമന്റ് അത് 8 inch തിക്നെസ് ഉള്ള ബ്ലോക്ക് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ബ്ലോക്കാണ്. അതെ. ഇനിയിപ്പോ നമ്മൾ സിറ്റ് ഔട്ടിലോട്ട് വന്നാല് ഇതിപ്പം ഒരു ടൈൽസ് തന്നെയാണ് തോന്നിട്ടിരിക്കുന്നത് അല്ലേ? അത് ഇത് നമ്മൾ ടൈൽസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിന്റെ ഈ റൈസ് വരുന്ന പോർഷൻ നമ്മൾ 45 നമ്മൾ ചെയ്തിട്ടുണ്ട്. മടക്കി അതെ അതെ ഇങ്ങനെ ടൈൽ തന്നെ കട്ട് ചെയ്ത് ഇങ്ങനെ. അതെ അതെ അതെ. തിക്നെസ് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് എടുത്ത് കാണുമ്പോൾ. അകത്തിട്ടിരിക്കുന്നൊക്കെ 4x2 ടൈൽ 4x2 ടൈൽസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഡോർസ് ആൻഡ് വിൻഡോസിലേക്ക് വന്നാലേ ഇത് എന്ത് തടിയാണോ അതോ സ്റ്റീലാണോ, എന്താണ്? ഇത് നമ്മൾ തടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഫ്രെയിം വരുന്നത് പ്ലാവാണ്, അതുപോലെ തന്നെ ഡോറും വരുന്നത് പ്ലാവാണ് വരുന്നത്. അതെ. എന്നിട്ട് അതിലെ ഗ്രെയിൻസ് വരച്ച് അത് ഗ്രെയിൻസ് വരെ വുഡൻ ഫിനിഷ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. വിൻഡോസും അങ്ങനെ തന്നെയാണോ? വിൻഡോസ് ഇതിന്റെ കട്ടള വരുന്നത് ആഞ്ഞിലിയാണ്. ഇതിന്റെ ഷട്ടേഴ്സ് എല്ലാ വിൻഡോസും ഷട്ടേഴ്സ് നമ്മൾ പ്ലാവാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. രീതിയിലാണ് ഇതിന്റെ എല്ലാ ഡോർസും വിൻഡോസും എല്ലാം അങ്ങനെ തന്നെ. അതെ 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 അതെ. അതുപോലെ തന്നെ സെറ്റ് ഔട്ടിനോട് ചേർന്ന് ഇവിടെ ഒരു ചെറിയ കോർട്ട്യാർഡ് ഉണ്ട് അല്ലേ? കോർട്ട്യാർഡ് സ്പേസ് ആണ് ഇത്. നമ്മൾ ചെറിയൊരു കോർട്ട്യാർഡ് സ്പേസ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസും പെബിൾസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഒരു പർഗോള കൊടുത്തിട്ട് നമ്മൾ ഗ്ലാസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വോളിൽ നമ്മൾ ഒരു ടെക്സ്ചർ വർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ലാറ്ററൈറ്റ് സ്റ്റോണിന്റെ ഒരു. അതെ അതെ അതെ. നേരെ നമ്മൾ ലിവിംഗ് റൂമിലേക്ക് വന്നു. അപ്പൊ ഇതൊരു ചെറിയൊരു ലിവിംഗ് റൂം ആണ് അല്ലേ? ലിവിംഗും ഡൈനിങ്ങും കൂടെ ക്ലബ് ചെയ്താണ്. അതെ, ഇത് ലിവിംഗും ഡൈനിങ്ങും കൂടെ. പിന്നെ നമ്മൾ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി, സ്ക്വയർ ഫീറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റെയർ ഏരിയ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഡൈനിങ്ങിൽ തന്നെയാണ് ഇങ്ങനെ ഹാൻഡ് റൈൽ ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുത്തത്. ഇതെന്താ മെറ്റീരിയൽ? വുഡാണോ സ്റ്റീലാണോ? ഇത് സ്റ്റീലാണ് മെറ്റീരിയൽ വരുന്നത്. നമ്മൾ ബെൻഡ് ചെയ്ത് നമ്മൾ കൊടുത്തേക്കുന്നത്. പിന്നെ വുഡൻ ഫിനിഷ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ടൈൽസ് ഇതിന്റെ ത്രെഡും റൈസും ഒക്കെ ഇതെല്ലാം ടൈൽസ് തന്നെയാണോ? ഇതെല്ലാം ടൈൽസ് തന്നെയാണ്. ഇതിന്റെ റൈസിൽ നമ്മളൊരു വുഡൻ ഫിനിഷ് ഉള്ള ടൈൽ കൊടുത്തു. അതോടൊപ്പം തന്നെ ത്രെഡ് നമ്മളൊരു ബ്ലാക്ക് ഫിനിഷ് എന്നൊരു ടൈൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട് ഈ സ്റ്റെയർകേസ് ഇവിടെ വന്നിരിക്കുന്നത്. അതെ അതെ. ലിവിംഗ് റൂമിൽ ഇവിടെ ഒരു കോർണർ സോഫ സെറ്റ് കൊടുത്തിട്ടുണ്ട്. മിനിമം സ്പേസിൽ അല്ലേ? ഇവിടെ ഒരു ടി വി യൂണിറ്റ്, ടി വി പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ബെഡ്റൂം വരുന്നത് 2 എണ്ണം ഈ 2 സൈഡാണ് അല്ലേ? ബെഡ്റൂം വരുന്നത് 2 എണ്ണം. ഈ ഒരു പോർഷനിലാണ് നമുക്ക് 2 ബെഡ്റൂം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം ആണ് അല്ലേ? ഗ്രൗണ്ട് ഫ്ലോർ 2 ബെഡ്റൂം. ഫസ്റ്റ് ഫ്ലോറിൽ ജസ്റ്റ് ഒരു പാസേജ്, ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു ബാൽക്കണി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ടി വി യൂണിറ്റിൽ ഇത് പാനലിംഗ് ആണ്, ഇത് വാൾപേപ്പർ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള ഇതിന്റെ എല്ലാം നമ്മൾ PVC ലാമിനേറ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ സീലിംഗ് ആ ഒരു കളർ പാറ്റേൺ തന്നെ കൊടുത്തിട്ടുണ്ട്. അതെ, വുഡൻ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പ്രയർ യൂണിറ്റ് മാച്ച് ചെയ്യുന്ന വുഡൻ ഫിനിഷ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ജിപ്സം സീലിംഗ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതെ, ജിപ്സം തന്നെയാണ് അല്ലേ? ജിപ്സം നമ്മൾ ചെയ്തിരിക്കുന്നത്. കളർ അങ്ങനെ ചെയ്തേ. അതെ അതെ അതെ. ടൈല് ഒരു സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇവിടെ പാസേജ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് ഇതിപ്പോ നമുക്ക് ലിവിംഗും ഡൈനിങ്ങും ഒരു ലെവലിൽ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ജസ്റ്റ് സെപ്പറേഷൻ വരെ നമുക്ക് ഒരു വുഡൻ ഫിനിഷിന്റെ ടൈൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്താണ്. അതെ, യൂസ് ചെയ്ത ടൈൽ 2x2 ടൈലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതെ, ഇത് 4x2 ആണ്. ഇത് 4x2 ആണ്. ഈ ഡൈനിങ്ങിലെ ടൈൽ 4x2 ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു അപ്പോക്സി പോയിന്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എപ്പോക്സി പോയിന്റിംഗ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർകേസിന്റെ അടിയിലായിട്ട് ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ്, വാഷ് ബേസിനും ലൈറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതെ അതെ അതെ. ലിവിംഗ് റൂമിൽ എടുത്തു പറയത്തക്ക ഒരു ഇതാണ് പ്രയർ യൂണിറ്റ്. ഇത് നമ്മൾ എന്ത് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത്? ഇത് നമ്മൾ PVC ലാമിനേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബോർഡല്ല PVC ലാമിനേറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഷീറ്റ് ആണ് ഇത് ഒട്ടിച്ചേക്കുന്നത്. PVC ഷീറ്റ് ആണ് നമ്മൾ ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഫ്രെയിമിൽ അലൂമിനിയം കൊടുത്തേക്കുന്നത്. അലൂമിനിയം പൗഡർ കോട്ടിംഗ് കൊടുത്തത്. അതെ അതെ അതെ. ഓക്കേ, ഇതിനോട് ചേർന്നതാണ് കിച്ചൺ. ഒരു ഓപ്പൺ കിച്ചൺ പോലെ തന്നെയാണല്ലേ? ഇത് നമ്മൾ സെമി ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കൗണ്ടർ ടോപ്പ് എന്താ നാനോ വൈറ്റ് ആണ്? ഇതിന്റെ കൗണ്ടർ ടോപ്പ് നമ്മൾ നാനോ വൈറ്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മൾ കബോർഡ്സ് എല്ലാം നമ്മൾ PVC ലാമിനേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്താണ് ഇന്റീരിയർ ഉൾപ്പെടെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബോർഡർ ആയിട്ട് അത് നാനോ വൈറ്റിന്റെ പീസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന ഒരു എൻട്രൻസ് ആണ്. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വർക്ക് ഏരിയ അല്ലെ, ഒരു
വർക്കിംഗ് കിച്ചൺ ആയിട്ട് കൂടുതൽ ഏരിയ ഇവിടെ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഒരു വർക്കിംഗ് കിച്ചൺ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ആയിട്ട് ആയതുകൊണ്ട് നല്ല ലൈറ്റും ഒക്കെ നല്ലൊരു വെന്റിലേഷനും എല്ലാം കിട്ടും. അതെ, അതെ. ഗ്രില്ല് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് മേളിൽ ഷീറ്റ് ഇട്ട് ഇങ്ങനെ പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തു. മേലെ ഷീറ്റ് ഇട്ട് പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടേക്കാണ്. പിന്നെ ഇവിടെയാണ് ചിമ്മിനി കിച്ചൺ ആയിട്ട് അവർ യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ പുകയോ മറ്റു കാര്യങ്ങളൊന്നും അകത്ത് മറ്റേ മെയിൻ കിച്ചണിലേക്ക് വരില്ല. അതോട് ചേർന്ന് ഇവിടെ ഒരു സ്റ്റോർ റൂമും കൊടുത്തിട്ടുണ്ട് അല്ലേ? സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് റാക്കറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. കബോർഡ് ചെയ്യുന്നതേ ഉള്ളൂ. അതെ. ഡൈനിങ്ങിൽ നിന്ന് 2 ബെഡ്റൂം 2 സൈഡിലേക്കാണ് നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വന്നാൽ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം അല്ലേ? ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഇതിന്റെ സൈസ് വരുന്നത് 12 feet by 10 feet ആണ് ഇതിന്റെ സൈസ് വരുന്നത്. 12 by 10. അതെ. അത്യാവശ്യം വലുപ്പമുണ്ട്. ഈ ടൈൽസ് നമ്മൾ ആ ലിവിംഗിൽ ഇട്ടിരിക്കുന്ന ടൈൽസ് തന്നെയാണ്. നമുക്ക് എല്ലാം സെയിം പാറ്റേൺ ടൈൽസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ പറയുന്ന ചില ഏരിയാസിൽ മാത്രമേ വുഡൻ ഫിനിഷ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ഒരു പാസേജിലും പിന്നെ മേളത്തെ ബാൽക്കണിയിലും കൊടുത്തിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് ഇവിടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട് അല്ലേ? അതെ. ടോയ്ലറ്റിന്റെ ഡോർ ഫൈബർ ഡോർ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഫൈബർ PVC ഡോർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വോൾ ക്ലാഡിംഗ് കൊടുത്തിട്ടുണ്ട്. അത് 4x2 ടൈൽസ് തന്നെയാണ് അല്ലേ? ഇത് 4x2 ടൈൽസ് വോളിൽ കൊടുത്തു. 2x2 ടൈൽസ് നമ്മൾ ഈ പറയുന്ന ഫ്ലോറിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതെ. മിനിമം സ്പേസിൽ അത്യാവശ്യം ക്ലോസറ്റ് വാഷ് ബേസിൽ മിനിമം സ്പേസിൽ അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ നേരെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വന്നു. ഇതല്പം ചെറിയ ബെഡ്റൂം ആണ് അല്ലേ? ഇതിന്റെ സൈസ് വരുന്നത് നമുക്ക് 11 feet by 10 feet ആണ് ഇതിന്റെ സൈസ് നമുക്ക് വരുന്നത്. ചെറിയ ഒരു ബെഡ്റൂം ആണ്. അതെ. അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഒരു ബെഡ്, കബോർഡുകള്, ടേബിൾ എല്ലാം ഇടാനുള്ള ഒരു അത്യാവശ്യം. അതെ, ഒരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് നമുക്ക് അറേഞ്ച് ആക്കി കിട്ടും. 3 പാളി വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. വിൻഡോ ഉണ്ട് അല്ലേ? ഇവിടെ വിൻഡോ ഒരു W3 വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇതിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. ആ ഒരു മാസ്റ്റർ ബെഡ്റൂമിലെ ടോയ്ലറ്റിന്റെ സെയിം അളവ് തന്നെയാണെന്ന് തോന്നുന്നത്. 2 ടോയ്ലറ്റ് നമുക്ക് സെയിം ഡയമെൻഷൻ ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇതും 4x2 ടൈൽസ് വേറെ കളറിലുള്ള ടൈൽസ് ആണ്. വേറെ പാറ്റേൺ ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ക്ലോസറ്റ്, വാഷ് ബേസിന്, ഷവർ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതെ. ഇതും PVC ഡോർ തന്നെ കൊടുത്തിട്ടുണ്ട് ടോയ്ലറ്റിന് അല്ലേ? അതെ. ഫസ്റ്റ് ഫ്ലോറിലോട്ടുള്ള കാര്യങ്ങൾ നോക്കിയാല് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സ്റ്റെയർ കേസ് GI പൈപ്പിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസ് GI പൈപ്പിലാണ് കൊടുത്തേക്കുന്നത്. റൗണ്ട് ആയിട്ട് ബെൻഡ് ചെയ്യിപ്പിച്ചേക്കാണ് നമ്മൾ. എന്നിട്ട് വുഡൻ ഫിനിഷ് പെയിന്റ് ചെയ്തെടുത്തിരിക്കുന്നു. വുഡൻ ഫിനിഷ് നമ്മൾ ഒരു ടെക്സ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടൈൽസും അല്ല, ആ സ്റ്റെപ്പിന്റെ ടൈൽസ് തന്നെ ഇവിടെ ഇങ്ങനെ ബോർഡർ കൊടുത്തിട്ടുണ്ട് അല്ലേ? റൗണ്ട് സ്റ്റെപ്പിന്റെ ടൈൽസ് നമ്മൾ ഈ റൗണ്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ടൈൽ തന്നെയാണ് നമ്മൾ സിറ്റ് ഔട്ടിൽ നമ്മൾ അതിന്റെ ബോർഡർ കൊടുത്തേക്കുന്നത്. ചെറിയൊരു ലിവിംഗ് സ്പേസ് അല്ലേ? ചെറിയൊരു പാസേജ്, ഒരു ചെറിയൊരു ലിവിംഗ് സ്പേസ് ആയിട്ട് ഇവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ഇങ്ങനെ ഡബിൾ ഹൈറ്റ് ഒരു ലൈറ്റ് ഒക്കെ ഇട്ട് ഒരു ഷോ അല്ലേ? അതെ, ഡബിൾ ഹൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡൈനിങ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരു റൗണ്ട് വെന്റിലേഷൻ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ നമുക്ക് ഇതൊരു ബെഡ്റൂം ഉണ്ട് അല്ലേ? ഇതൊരു ബെഡ്റൂം ആണ്. ഇതൊരു ഓപ്പൺ ടെറസിലേക്ക് പോകുന്ന പോർഷൻ ആണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഇത് താഴത്തെ ആ ഒരു സ്പേസ് തന്നെ ഉണ്ടെന്ന് തോന്നി. ഇത് താഴത്തെ ആ ബെഡ്റൂമിന്റെ സെയിം സ്പേസ് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിന് നമുക്ക് വന്നേക്കുന്നത്. അതേപോലെ തന്നെ 2 സൈഡിലും വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതെ. ഇതിന് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. ആ സെയിം അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. പാറ്റേണിലുള്ള ടൈൽസ് ആണേ ഉള്ളൂ അല്ലേ? ഇവിടെ ഒരു വേറെ പാറ്റേൺ ടൈലാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. കാര്യങ്ങളെല്ലാം സെയിം, അളവും കാര്യങ്ങളും എല്ലാം സെയിം തന്നെ. അതെ. പിന്നെ ഈ ബാത്റൂം എല്ലാം നമ്മൾ എപ്പോക്സി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ബാത്റൂമിൽ എപ്പോക്സി ചെയ്തിട്ടുണ്ട്. അതെ. ഇവിടുന്ന് ചെറിയൊരു ബാൽക്കണി അല്ലേ? ചെറുതല്ല, അത്യാവശ്യം വലിപ്പമുള്ള ബാൽക്കണി തന്നെയാണ് അല്ലേ? ഇത് അത്യാവശ്യം അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാൽക്കണിയാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. എലിവേഷനിലും അതൊരു ഭംഗിയാണ്. ഒരു സ്പേസ് ഉണ്ട്. ഇവർക്ക് ഫാമിലി ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ഒരു പ്രൈവറ്റ് ബാൽക്കണി ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ സീലിംഗിൽ നമ്മൾ ഈ പറയുന്ന പ്രൊഫൈൽ ചാനൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കോൺക്രീറ്റ് തന്നെ കൊടുത്തിരിക്കുക. ഇത് കോൺക്രീറ്റ് തന്നെ നമ്മൾ കൊടുത്തേക്കുക. വെർട്ടിക്കൽ പെർഗോളാസ് കൊടുത്തു. ഇത് കോൺക്രീറ്റ് ആണോ അതോ ബ്രിക്ക് ചെയ്തെടുത്തത്? ഇത് ബ്ലോക്ക് വർക്ക് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതെ. ഇവിടുന്ന് നമുക്ക് ടെറസിലേക്ക് പോകാനുള്ള സ്പേസ് ഉണ്ട്. ഇത് ടെറസിലേക്ക് പോകാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഒരു ഡിസൈൻ പർപ്പസിന് വേണ്ടി നമ്മൾ ഈ പറയുന്ന ഒരു ചെറിയ രീതിയിൽ ഒരു സ്ലോപ്പ് പോലെ നമ്മൾ ഈ ഒരു പിൻ വർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഭംഗിയായിട്ടുണ്ട്. നമ്മുടെ ഈ വീടിന്റെ ഹൗസ് ഓണേഴ്സ് ആണ്. പേരെങ്ങനെയായിരുന്നു? എന്റെ പേര് ജസ്റ്റിൻ. ഇത് ഫാദറാണ്. സാക്ക് കൺസ്ട്രക്ഷൻ ആണല്ലോ ഈ വീടിന്റെ വർക്ക് ഫുൾ ആയിട്ട് ചെയ്തത്. എങ്ങനെയാണ് നിങ്ങൾ ഇവരുമായിട്ടൊരു കോൺടാക്ട് എങ്ങനെയാണ് വന്നത്? ഞാൻ ആക്ച്വലി എന്റെ ഒരു ഫ്രണ്ട് ത്രൂ ആണ് ബിബിനെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഞാൻ വർക്ക് ചെയ്യുന്നത് ആക്ച്വലി പുറത്താണ്, ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ബിബിനെ കോണ്ടാക്ട് ചെയ്യായിരുന്നു. കോണ്ടാക്ട് ചെയ്ത് അപ്പം ഞാൻ ഇതിനു മുൻപേയും പല കോൺട്രാക്ടേഴ്സിനെ സമീപിച്ചിരുന്നെങ്കിലും എനിക്ക് കൺവിൻസിങ് അല്ലായിരുന്നു. പിന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ലായിരുന്നു. ഞാൻ ചോദിക്കുന്നതിന് അത്ര റെസ്പോൺസീവ് അല്ലായിരുന്നു. ഇവരെനിക്ക് കറക്റ്റ് ആയിട്ട് എനിക്ക് പല കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. പിന്നെ ഏത് രീതിയിൽ ചെയ്യാം, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പം എനിക്ക് വളരെ കംഫർട്ടായിരുന്നു. അങ്ങനെ ഞാൻ ബിബിനോട് ബാക്കി ചോദിച്ച് മനസ്സിലാക്കി. പ്ലാനും ഡിസൈനിങ് എല്ലാം ഇവര് തന്നെ. അതെ. ഒരു മാസമായി വർക്ക് കംപ്ലീറ്റ് ആയിട്ട്. ഇപ്പൊ 1.5 മാസമായി. എങ്ങനെയുണ്ട് നമ്മുടെ ഒരു റിവ്യൂ? എങ്ങനെയുണ്ട് അവരെ പറ്റി? റിവ്യൂ നല്ല റിവ്യൂ തന്നെയാണ്. തീർച്ചയായിട്ടും നല്ല. ഓക്കെ, താങ്ക്സ്. താങ്ക് യു. അപ്പോൾ ഈ വീടിന്റെ ഇന്റീരിയറും എക്സ്റ്റീരിയറുമായിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ടോട്ടൽ ബഡ്ജറ്റ്, ബാക്കി കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കണ്ടു. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സാക്ക് കൺസ്ട്രക്ഷൻ ആണ് ഇതിന്റെ വർക്ക് ചെയ്തത്. ഇപ്പൊ നിലവിൽ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് വർക്ക് നടക്കുന്നത്? നമുക്ക് ബാംഗ്ലൂർ ഉണ്ട്,
ഇപ്പം തന്നെ മംഗലാപുരത്ത് നമുക്ക് പ്രൊജക്റ്റ് ഉണ്ട്, പിന്നെ കോട്ടയം ഉണ്ട്, പിന്നെ എറണാകുളം, പിന്നെ പത്തനംതിട്ട കോന്നി നമുക്ക് പ്രൊജക്റ്റ് ഉണ്ട്, പിന്നെ ആലപ്പുഴ നമുക്ക് പ്രൊജക്ട്സ് ഉണ്ട്. ഓഫീസ് എവിടെയാണ്? ഓഫീസ് നമ്മൾ നരിയാവരം ബേസിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. വീട് നിർമ്മാണവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ ബന്ധപ്പെടാവുന്നതാണ്. ഇവരുടെ കോൺടാക്ട് നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഇവരുടെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.